ഇന്ന് ഒരു കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുന്നതിന് 1 കപ്പ് തേങ്ങ ചിരകിയത്, 7 ചെറിയ ഉള്ളി അരിഞ്ഞു ചേർക്കാം. അതിൽ 4 വറ്റൽ മുളക് മുറിച്ചിടാം. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്. ഇനിയും നമുക്ക് ഇറച്ചി വേവിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂപ്പിക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. അതിനുശേഷം ഒരു പ്രഷർ കുക്കറിനകത്ത് എല്ലോട് കൂടിയ ഇറച്ചി 1 കിലോ, സവാള 1 എണ്ണം, ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്. ഇനി പൊടികളെ ഉപ്പ് ആവശ്യത്തിന്, ഇറച്ചിയും ഒരു സവോള അരിഞ്ഞതും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും ഉപ്പും ഈ പൊടികളും ചേർത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. ഗരം മസാല ചേർക്കാം. ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ. 7-8 വിസിൽ അടുപ്പിക്കാം. ഇറച്ചി നന്നായിട്ട് വേകണം. ഇറച്ചി വേകട്ടെ. ഇനിയും നമുക്ക് കപ്പ വേവിക്കാം. 1.5 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ വേവിക്കാൻ വെച്ചതിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. വെന്തതിന് ശേഷം കപ്പ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇറച്ചി വെന്തോന്ന് നോക്കാം. ഇറച്ചി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കപ്പ ചേർക്കാം. കുറച്ച് തേങ്ങ എടുത്ത് നല്ലതുപോലെ അരച്ച് ചേർക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇനിയും വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയും കടുക് വറുത്ത് ചേർക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാം. ഉള്ളി കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കാം. നല്ലവണ്ണം മൂത്തതിന് ശേഷം കപ്പ ബിരിയാണിയിലേക്ക് ഇത് നമുക്ക് ചേർക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.